ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അഡ്സോർപ്ഷൻ എന്താണെന്ന് പഠിച്ചു. അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനും പഠിച്ചു. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ മെയിനായി രണ്ട് തരത്തിലാണ് ഉള്ളത്: ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും. Physical absorption is also called physisorption. It is the accumulation of gas on the surface of a solid by weak van der Waals forces. രണ്ടാമത്തെ ടൈപ്പാണ് chemical absorption. It is also called chemisorption. When the gas molecules or atoms are held to the solid surface by chemical bonds, it is called chemisorption. ഇപ്പോൾ ഫിസിസോർപ്ഷനകത്ത് അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ് വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് ആയിരിക്കും. എന്നാൽ കെമിസോർപ്ഷനകത്ത് അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ് കെമിക്കൽ ഇൻ നേച്ചർ ആയിരിക്കും. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിസോർപ്ഷൻ നോക്കാം. എന്തെല്ലാം പ്രത്യേകതകളാണ് ഫിസിസോർപ്ഷൻ ഉള്ളത്? ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്, അതായത് ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? ദ സർഫസ് ഓഫ് ആൻ അഡ്സോർബൻ ഡസ് നോട്ട് ഷോ എനി പ്രിഫറൻസ് ഫോർ എ പെർട്ടിക്കുലർ ഗ്യാസ് ആസ് ദ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സസ് ആർ യൂണിവേഴ്സൽ. ഇപ്പോൾ ഫിസിസോർപ്ഷനകത്ത് അഡ്സോർബൻ്റെ ഏത് ഗ്യാസിനെ വേണമെങ്കിലും അഡ്സോർബ് ചെയ്യും. ഞാൻ H2O മാത്രമേ അഡ്സോർബ് ചെയ്യുള്ളൂ, N2 അഡ്സോർബ് ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല. ഏത് ഗ്യാസിനെ വേണമെങ്കിലും ഫിസിസോർപ്ഷനകത്ത് അഡ്സോർബൻ്റ് അഡ്സോർബ് ചെയ്യും. പക്ഷേ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് മാത്രം. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് നേച്ചർ ഓഫ് അഡ്സോർബേറ്റ്. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ റെഡിലി അഡ്സോർബ്ഡ്. അതായത് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസിന് എക്സാമ്പിൾ പറയാമോ? അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇതൊക്കെ ഈസിലി മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ, അതൊക്കെ എങ്ങനെയാണ് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആണ്. എന്നാൽ അല്ലാത്ത പെർമനൻറ്റ് ഗ്യാസസ് N2O2 ഇവരൊന്നും പെട്ടെന്ന് അഡ്സോർബ് ചെയ്യില്ല. അപ്പോൾ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആയ അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, HCl മുതലായവയെ അഡ്സോർബൻ്റ് എപ്പോഴും അതിൻ്റെ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ആരേക്കാൾ? പെർമനൻറ്റ് ഗ്യാസസ് ആയ N2O2, H2നേക്കാളും ഒക്കെ അവരുടേത് കൂടുതലായിരിക്കും. ഇനി ഫിസിസോർപ്ഷൻ റിവേഴ്സിബിൾ ആയിരിക്കും. അതായത് അഡ്സോർബൻ്റ് അഡ്സോർബേറ്റിനെ വലിച്ചെടുക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ അഡ്സോർബേറ്റിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും. റിമൂവൽ ഓഫ് അഡ്സോർബേറ്റ് ഫ്രം അഡ്സോർബൻ്റ്, ആ പ്രോസസ്സിനൊരു പേര് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, ഡീസോർപ്ഷൻ. ഇനി ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എല്ലാ അഡ്സോർപ്ഷൻ റിയാക്ഷൻ എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഒക്കേഴ്സ് റെഡിലി അറ്റ് ലോ ടെമ്പറേച്ചർ. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഓഫ് അഡ്സോർബൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് കൂടും. ഇപ്പോൾ സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനേക്കാളും ആ സോളിഡ് ഫൈൻ പൗഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എങ്ങനെ ആയിരിക്കും? കൂടുതലായിരിക്കും. ഇനി അടുത്ത പോയിൻ്റാണ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ക്വൈറ്റ് ലോ ആസ് ദ അട്രാക്ഷൻ ഈസ് വീക്ക്. അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്കാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഹീറ്റ് എനർജി ചേഞ്ച് എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും. ഇനി ഫിസിസോർപ്ഷനകത്ത് മൾട്ടി മോളിക്കുലർ ലെയേഴ്സ് ഫോം ചെയ്യും. അതായത് ഒരു ലെയറിന് പുറമെ അത് വീണ്ടും വീണ്ടും ആയിട്ട് അഡ്സോർബ് ചെയ്യാനായിട്ട് ഫിസിസോർപ്ഷൻ്റെ കേസിൽ പറ്റും. ഇപ്പോൾ ഫിസിസോർപ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ, ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്. ഏത് ഗ്യാസിനെ വേണമെങ്കിലും അത് അഡ്സോർബ് ചെയ്യും. രണ്ട്, നേച്ചർ ഓഫ് ദ അഡ്സോർബേറ്റ്. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ലൈക്ക് HCl, NH3, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര ആർ റെഡിലി അഡ്സോർബ്ഡ്. ഇനി ഫിസിസോർപ്ഷൻ ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ. അഡ്സോർബൻ്റ് അഡ്സോർബേറ്റിനെ വലിച്ചെടുക്കുകയും ചെയ്യാം. വലിച്ചെടുത്ത അഡ്സോർബേറ്റിനെ പുറത്തേക്ക് കളയാനായിട്ടും ഫിസിസോർപ്ഷനകത്ത് പറ്റും. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സർഫസ് ഏരിയ. എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ഫൈൻ പൗഡർ ആയിട്ടുണ്ടെങ്കിൽ സർഫസ് ഏരിയ കൂടും, റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടും. ഇനി അടുത്ത പോയിന്റ് ആണ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ.
അത് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതുകൊണ്ട് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ലാസ്റ്റ് പോയിന്റ് ആണ് മൾട്ടി മോളിക്കുലർ ലെയേഴ്സ് ആർ ഫോംഡ്. ഇനി കെമിസോർപ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിസോർപ്ഷനും കെമിസോർപ്ഷനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫിസിസോർപ്ഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് ആയിരുന്നു, എന്നാൽ കെമിസോർപ്ഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക്. അതായത് കെമിസോർപ്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക് ആൻഡ് ഇറ്റ് വിൽ only occur if there is some possibility of chemical bond. അതായത് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളിടത്ത് മാത്രമാണ് ഇത് അഡ്സോർബ് ചെയ്യുള്ളൂ. അതുകൊണ്ട് കെമിസോർപ്ഷൻ എങ്ങനെയാണ്? ഹൈലി സ്പെസിഫിക് ആണ്. ഇനി ഫിസിസോർപ്ഷൻ റിവേഴ്സിബിൾ ആയിരുന്നു, പക്ഷെ കെമിസോർപ്ഷൻ വരുമ്പോൾ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. അതായത് അഡ്സോർബൻറ്റും തമ്മിൽ ഒരു സ്ട്രോങ് ബോണ്ടാണ്, ഒരു ഇറിവേഴ്സിബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ. ഇറ്റ് ഹാസ് ഹൈ എനർജി ഓഫ് ആക്ടിവേഷൻ, സോ ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഫിസിസോർപ്ഷൻ ലോ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്, കാരണം വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആയതുകൊണ്ട്. കെമിസോർപ്ഷൻ്റെ കേസിൽ അത് ഹൈ എനർജി ഓഫ് ആക്ടിവേഷൻ വേണ്ടിയതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. ഇനി സർഫസ് ഏരിയ, അത് ഫിസിസോർപ്ഷൻ്റെ കേസിലും കെമിസോർപ്ഷൻ്റെ കേസിലും ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ആണ്. എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ, ഫിസിസോർപ്ഷൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ കുറവായിരുന്നു, കാരണം വീക്ക് ഫോഴ്സ് ആയതുകൊണ്ട്. പക്ഷേ കെമിസോർപ്ഷനിൽ സ്ട്രോങ് കെമിക്കൽ ബോണ്ടാണ്, അതുകൊണ്ട് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എങ്ങനെയാണ്? ഹൈ ആയിരിക്കും. ഇനി ഫിസിസോർപ്ഷൻ്റെ കേസിൽ മൾട്ടി മോളിക്കുലർ ലെയേഴ്സ് ഫോം ചെയ്യുമായിരുന്നു, എന്നാൽ കെമിസോർപ്ഷൻ്റെ കേസിൽ മോണോ മോളിക്കുലർ ലെയർ, യൂണിമോളിക്കുലർ ലെയർ, ഒറ്റ ലെയറിലുള്ള അഡ്സോർപ്ഷൻ മാത്രമാണ് കെമിസോർപ്ഷനിൽ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഫിസിസോർപ്ഷനും കെമിസോർപ്ഷനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഫിസിസോർപ്ഷൻ്റെയും കെമിസോർപ്ഷൻ്റെയും ഡിസ്റ്റിങ്ഷൻ ഒന്ന് നോക്കാം. ഫിസിസോർപ്ഷൻ്റെ കേസിൽ അത് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. കെമിസോർപ്ഷൻ്റെ കേസിൽ കെമിക്കൽ ബോണ്ടാണ്. അപ്പോൾ ഫിസിസോർപ്ഷൻ എറൈസസ് ബിക്കോസ് ഓഫ് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. കെമിസോർപ്ഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ. Next distinction, okay, it is not specific in nature, whereas kemisorption is highly specific in nature. Third one, fisisorption is reversible in nature, whereas kemisorption is irreversible in nature. Next point is, fisisorption depends on the nature of the gas. More easily liquefiable gases are adsorbed readily, whereas chemisorption depends on the nature of the gas, which gases which can react with the adsorbent show chemisorption. Next point is, enthalpy of adsorption is low in the case of fisisorption, whereas enthalpy of adsorption is high in the case of chemisorption. Next point is, fisisorption takes place at low temperature and it decreases with increase in temperature. Chemisorption takes place at high temperature and it increases with increase of temperature. Next point is, in the case of fisisorption, no activation energy is needed, whereas in chemisorption, high activation energy is needed. In the case of fisisorption, it depends on surface area. It increases with increase in surface area. In the case of chemisorption, it also depends on surface area. It also increases with increase in surface area. Last point, in fisisorption, multi-molecular layers are formed, whereas in chemisorption, unimolecular layer is formed. ഇപ്പോൾ ഫിസിസോർപ്ഷനും കെമിസോർപ്ഷനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു.